എന്റെ അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്റെ അച്ഛനെ ഞാൻ അനുവേട്ട ഞാൻ ചെറുപ്പത്തൊന്നും കണ്ടിട്ടില്ല. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, എന്റെ മകളെ കാണുക, എന്റെ മകളുടെ കൂടെ സമയം ചെലവഴിക്കുക. ഇങ്ങനൊരു ചിന്ത എന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല ഒരു കാലം മുഴുവൻ. അപ്പൊ ഞാൻ അച്ഛൻ അതുകൊണ്ട് തന്നെ കണ്ടിരുന്നത് ശ്രീനിവാസനായിട്ടാ. ശ്രീനിവാസൻ എന്ന നടൻ, ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ, എൻ്റെ ഒരു 15 വയസ്സ് വരെ. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന നമ്മുടെ അച്ഛനമ്മമാര്, അവര് നമുക്ക് വേണ്ടി ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യും. ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. അത്ര എന്ന് വെച്ചാൽ അവരൊരിക്കലും മോശം പേരന്റിങ് ചെയ്ത ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്ന ആൾക്കാരാണ് പല കാര്യത്തിലും. ഹലോ, ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാന്റെ ഇവിടെ മഹാന്റെ മകനല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കില്ല. അത് സത്യമാണ്. ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കുക, എന്നിട്ട് വേണം ശ്രീനിവാസനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ. ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ, എന്റെ അച്ഛനാണ്. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച്. അതെന്തായാലും ഇല്ല. ഇതൊക്കെ പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാം, എനിക്ക് ലോകത്തിൽ ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്റെ അച്ഛനാണ്. പക്ഷേ അഭിപ്രായങ്ങളും നമ്മൾ ഐഡിയോളജിയിലും വ്യത്യാസം വരും. അത് അച്ഛനായിക്കോട്ടെ, മോനായിക്കോട്ടെ, നമ്മുടെ ഇതായിക്കോട്ടെ. ഇത് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ, അതുപോലെ എന്റെ അച്ഛൻ എന്നോട് ചോദിക്കില്ല. അതാണ് ചേട്ടനും എന്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസം.